ഈ വി ഡി സവർക്കർ ചരിത്രം ഒന്ന് വിശദമായി പഠിക്കണം. ഞാൻ ചോദിക്കട്ടെ 30 കൊല്ലം അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ മാപ്പ് പറയുന്നു എന്നുള്ളത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെയും സ്വാതന്ത്ര്യ സമര സേനാനികളെയും അവരെ ഇകഴ്ത്തിക്കാട്ടാനുള്ള ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇത്തരം പ്രചരണം. താങ്കൾ ചോദിച്ചതല്ല ഞാൻ പറഞ്ഞത്. ഇത് താങ്കൾ ചോദിച്ച ചോദ്യം ഇത് മറ്റു പലരും ഉയർത്തുന്ന ചോദ്യം ആവർത്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് നിങ്ങൾ നോക്കൂ, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് രക്ഷപ്പെടാനായിരുന്നെങ്കിൽ ആദ്യ ശിക്ഷ നടത്തുമ്പോൾ നമ്മൾ ഒപ്പിട്ട് പോന്നാൽ പോരെ? അന്നത്തെ കാലത്ത് പലരും നമ്മുടെ ഈ നിങ്ങൾ പറയുന്ന 30 വർഷക്കാലത്തെ ജയിൽവാസവും അവിടെ അനുഭവിച്ച ക്രൂരമായ പീഡനവും അതൊന്നും കാണാതെ ഏതെങ്കിലും കത്ത് കൊടുത്തു എന്നതിൻ്റെ പേരിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ നടത്തിയിട്ടുള്ള ധീരോദാത്തമായ പ്രക്ഷോഭത്തെ ഇകഴ്ത്തിക്കാട്ടുന്നതും നമ്മുടെ ചരിത്രത്തെ വളച്ചൊടിക്കുന്നതും ശരിയാണോ? ഇങ്ങനെ നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഞാൻ ആർക്ക് അല്ലല്ല അങ്ങനെ നമ്മുടെ ഓരോരാളുടെയും നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നമ്മുടെ പല കത്തുകളും പലരും എഴുതിയിട്ടുണ്ട്. നമ്മൾ അവിടെയല്ല വിശേഷം. ഇപ്പം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കത്ത് എഴുതിയിട്ടുണ്ട്, ഗാന്ധിജി കത്ത് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഞാനത് വേണമെങ്കിലൊക്കെ ഇന്ന് കത്തിൻ്റെ സ്വഭാവത്തിലും അന്നത്തെ ഭാഷയിലും അന്നത്തെ അഭിസംബോധനയിലും നമ്മൾ ഇന്നത്തെ പോലെയല്ല. ഇനി അതുപോട്ടെ, അത് വേറൊരു വിഷയം, അത് വേറെ നമ്മൾ ചർച്ച ചെയ്യാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, ഇത്രയും വർഷക്കാലം ജയിൽ ശിക്ഷ അനുഭവിച്ചവർ വളരെ വിരളല്ലേ? അതൊരു സത്യമല്ലേ? എന്തിനു വേണ്ടിയാ? അയാൾ മോഷ്ടിച്ചിട്ടില്ലല്ലോ, അയാൾ രക്തസാക്ഷി ഫണ്ട് മോഷ്ടിച്ചിട്ടില്ലല്ലോ, അത് ഏതെങ്കിലും ഒരു കുംഭകോണം നടത്തിയിട്ടില്ലല്ലോ, ഒന്നും നടത്തിയിട്ടില്ല. അയാൾ ആകെ ഭാരത് മാതാ കി ജയ് വിളിച്ചു, സ്വാതന്ത്ര്യം കിട്ടണമെന്ന് പറഞ്ഞു. അതല്ലാത്തതിനപ്പുറത്ത് എന്താ ചെയ്ത്? അല്ല, അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വിവാഹത്തിന് വേണ്ടി സമ്മതിക്കുക, അങ്ങനെ 30 കൊല്ലം കിടക്കൂലല്ലോ. ഒന്നുമല്ല. അതിനെക്കുറിച്ച് നമ്മൾ വേറെ വേണമെങ്കിൽ സംവാദം നടത്താം. മുഴുവൻ കത്തുകൾ എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനോട് അതൊക്കെ മാത്രമല്ല, ഇന്ത്യയിൽ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ അന്ന് എഴുതിയിട്ടുള്ള കത്തുകളൊക്കെ തന്നെ അതിൻ്റെ കോപ്പികൾ മുഴുവൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് നമ്മൾ വേറെ സംവാദം നടത്താം. ഇപ്പം ഇതിൻ്റെ ആവശ്യമില്ല. ഇത് ആര് പറഞ്ഞു? എനിക്ക് അറിയേണ്ടത് ഇപ്പം നമ്മൾ ഞാൻ പറയുന്നത്, താങ്കൾ ചോദിക്കുന്ന ചോദ്യം ഇദ്ദേഹം അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ആയിരുന്നെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയെക്കൂടെ നിങ്ങൾ ഒരു പ്രസ്താവന പുറപ്പെടുവിക്കണം. ഞങ്ങൾക്ക് വീര സവർക്കറോട് ഞങ്ങൾ യാതൊരു വിയോജിപ്പില്ല, വിരോധവുമില്ല. ഇദ്ദേഹത്തിൻ്റെ ചോദ്യം തയ്യാറാക്കിയതിലുള്ള വസ്തുതാപരമായി ഇദ്ദേഹം സൂചിപ്പിച്ച വസ്തുതാപരമായ തെറ്റാണ്. ഒന്ന്, നിങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയെക്കൊണ്ടും വി ഡി സതീശനെ കൊണ്ടും ഞാൻ മുഖ്യമന്ത്രി ഇതിൽ ഒരു കാര്യം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി നിങ്ങളുടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പട്ടാപ്പകലാണ് അദ്ദേഹത്തിൻ്റെ പച്ചയായ പ്രസ്താവന വന്നിട്ടുള്ളത്. അതൊന്ന് പരിശോധിക്കും. അതൊന്ന് പരിശോധിച്ചിട്ട് നിങ്ങൾ ഒന്നുകിൽ അദ്ദേഹത്തിനോട് എന്തെങ്കിലും സഹതാപം നിങ്ങൾക്കുണ്ടെങ്കിൽ അദ്ദേഹത്തോട് മാറ്റി പറയിപ്പിക്കുക, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് വെള്ളപൂശേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഇക്കാര്യത്തിൽ അധ്യാപകന് 100% പിന്തുണ കൊടുക്കും. ഇക്കാര്യത്തിൽ ആ അധ്യാപകന് മാത്രമല്ല, ഇത്തരത്തിൽ അത് സംസാരിക്കും. BJP ജില്ലാ നേതൃത്വം സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചോ, ഇത് രണ്ടാണ്. ഞാൻ ഇദ്ദേഹത്തിന് അത് ആവർത്തിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇത് വീര സവർക്കറുമായിട്ടുള്ള വിഷയം, വീര സവർക്കറോടുള്ള കോൺഗ്രസ് നിലപാട്, മുസ്ലിം ലീഗ് നിലപാട് കേവലം ഒരു ചോദ്യത്തിൽ മാത്രമല്ല, അവരവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്.
അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു സംഭവം മാത്രമാണ് ഈ ചോദ്യവും ഈ ചോദ്യത്തിന് തയ്യാറാക്കിയ അധ്യാപകനോടുള്ള വിശദീകരണവും. നിങ്ങൾ കാസർഗോഡുകാരായതുകൊണ്ട് കാസർഗോഡ് വിഷയത്തിൽ മാത്രം ഒതുക്കല്ല. കോൺഗ്രസിൻ്റെ നിലപാടെന്താ വീരസഭക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. മുസ്ലിം ലീഗിൻ്റെ നിലപാടെന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ആ നിലപാടിനോടാണ് ഞങ്ങൾ വിയോജിപ്പ്. നിങ്ങൾ പറഞ്ഞത് മാതിരി ഇപ്പോൾ ഇദ്ദേഹം വളരെ പ്രസക്തമായ ചോദ്യമാണ് ആദ്യ ഇക്കാര്യം ചോദിച്ചത്. ഞാൻ അതിന് ഉത്തരവും പറഞ്ഞു. ഓക്കെ, നമ്മളതിനെ എനിക്ക് അത്രയെക്കുറിച്ച് പറയാനുള്ളൂ. അല്ല ഇതിൽ ഞങ്ങൾക്ക് അല്ല ഇക്കാര്യത്തിൽ ഇക്കാര്യത്തിൽ നമ്മൾ ആരും വെള്ളപൂശാൻ പോകേണ്ടതില്ല. അവർക്ക് കോൺഗ്രസിനും മുസ്ലിം ലീഗിനും വീരസവർക്കറോടും ഒക്കെയുള്ള നിലപാട് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനോടുള്ള എൻ്റെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതികരണമാണ് ഇവിടെ സൂചിപ്പിച്ചത്. നമുക്ക് ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ച ആവശ്യമില്ല. ഉണ്ടെന്നാണ് ഞങ്ങൾ അറിയുന്നത്. ഇത് അതിലും അപകടം എന്താ അറിയോ? നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയത് അഖണ്ഡ ഭാരതത്തിലല്ല, ഖണ്ഡിത ഭാരതത്തിലാണ്. അതായത് ഭാരതത്തെ വിഭജിച്ചു, എന്നിട്ട് സ്വാതന്ത്ര്യം കിട്ടിയത്. അങ്ങനെ ഓരോന്നിനും വിഭജനം ഉണ്ടാക്കാൻ വേണ്ടി ഈ രാഷ്ട്രഗീതത്തെയും വിഭജിക്കാൻ വേണ്ടി പോവുക. അതാണ് മറ്റൊരു അപകടം. അല്ല, ഞങ്ങൾക്ക് പറയാനുള്ളത് അങ്ങനെയാണെങ്കിൽ താങ്കൾ പറഞ്ഞു. ഞാൻ വന്ദേ മാതരം ഇപ്പം താങ്കൾ 2 സ്റ്റാൻസ പാടിയിട്ടുണ്ടാവും, ഞങ്ങൾ മുഴുവൻ പാടിയിട്ടുണ്ടാവും, മറ്റാൾക്ക് പാടിയിട്ടുണ്ടാവും. പക്ഷേ വന്ദേ മാതര ഗാനം ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ വന്ദേ മാതര ഗാനം അതൊന്നേ ഉള്ളൂ. അത് 2 ഇല്ല. അത് ആരെങ്കിലും ആ 2 സ്റ്റാൻസ മാത്രം പാടിയോ 3 സ്റ്റാൻസ പാടിയോ എന്നുള്ളതല്ല. ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ രചന നടത്തിയ വന്ദേ മാതരം 1 മാത്രമേ ഉള്ളൂ. ഇനി മറ്റൊന്ന് ആയിക്കോട്ടെ, താങ്കൾ വാദത്തിന് വേണ്ടി ഞാൻ സമ്മതിക്കാം. ഈ 3, 4, 5 സ്റ്റാൻസക്ക് എന്താ തെറ്റ്? ഇപ്പോൾ ഉദാഹരണം VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ വന്ദേ മാതര ഗാനം മുഴുവൻ പാടി. ഇവരെല്ലാം പാടി ചുണ്ടുകൾ അനങ്ങിയിരുന്നു. ഇനി എന്താ ചുണ്ടിൽ അനക്കിയത് എനിക്കറിയില്ല. ഏതായാലും നമ്മൾ കാണുന്ന സമയത്ത് ചുണ്ടനക്കിയിരുന്നു. പക്ഷെ എന്നിട്ട് കേരളത്തിൽ എന്തെങ്കിലും ഭൂകമ്പം ഉണ്ടായോ? ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടായോ? എന്താ ഈ മതം എല്ലാം വരുന്ന സമയത്തും ഇത് ഇസ്ലാം വിരുദ്ധാണ്, ഇത് ഇസ്ലാം വിരുദ്ധാണ്, ഇത് ഇസ്ലാം വിരുദ്ധാണ്. ഇതെല്ലാറ്റിനും ഒരു വിഭാഗീയത ഉണ്ടാക്കാനുള്ള, ഞാൻ അതാ സൂചിപ്പിച്ചത്, അതിൻ്റെ അപകടം അവിടെയാണ്. ഇപ്പം 3-ാം സ്റ്റാൻസ് പാടി 4-ാം ഒരു സ്റ്റാൻസ് പാടുന്നില്ല ഇല്ല എന്നല്ല. ഇവിടെ വിഭജനത്തിൻ്റെ വിഭാഗീയതയുടെ വിഷവിത്ത് വളരെ ബോധപൂർവം വിതയ്ക്കാനുള്ള ആസൂത്രിത ശ്രമമാണ്. ഇപ്പോൾ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച ശരിയാ, താങ്കൾ മാത്രമല്ല കോൺഗ്രസ് ആരംഭിച്ചതാ. പക്ഷേ ഇക്കാലം അത്രയുമുള്ള മുന്നണി ബന്ധത്തിലൂടെ കോൺഗ്രസിനകത്ത് ഈ വിഭജനത്തിൻ്റെ വിഷവത്തുപാകാൻ മുസ്ലിം ലീഗിന് സാധിച്ചു, അവർ വിജയിച്ചു. ഇപ്പോൾ മാത്രമല്ല, ഇപ്പം നമ്മുടെ ഈ സവർക്കറെക്കുറിച്ച് 1970 സവർക്കർക്ക് വേണ്ടി സ്റ്റാമ്പ് ഇറക്കിയതാരാ? ശ്രീമതി ഗാന്ധി. സവർക്കർ വീരനായകനാണ്, വീരയോദ്ധാവാണ്, ധീരനാണ് എന്ന് എഴുതിയതാരാ? ഹിന്ദു സ്വരാജിൽ മഹാത്മാഗാന്ധി. വീര സവർക്കറെ ആദരിക്കുകയും അനുമോദിക്കുകയും ചെയ്താരാ? EMS നമ്പൂതിരിപ്പാട്. പക്ഷേ ഇപ്പോഴത്തെ UDFനും LDFനും CPMനും കോൺഗ്രസിനും അവരെ നിയന്ത്രിക്കുന്നത് തീവ്രവാദ സംഘടനകളാണ്. UDFൻ്റെയും LDFൻ്റെയും രാഷ്ട്രീയ അജണ്ട നിശ്ചയിക്കുന്നതും അവരെ നിയന്ത്രിക്കുന്നതും തീവ്രവാദ സംഘടനകളാണ്. അവർക്ക് വേണ്ടിയാണ് അവർ ഇപ്പം തൻ്റെ പൂർവികരെ നിരാകരിച്ചുകൊണ്ട് പുതിയ നിലപാട് സ്വീകരിക്കുന്നത്. കേരളത്തിൽ UDFും LDFും ഈ നഷ്ടപ്പെട്ടു പോയ വോട്ട്, ലഭിച്ച വോട്ട് തിരിച്ചു പിടിക്കാനും നിലനിർത്താനുമുള്ള ഓട്ടത്തിൽ അവർ ഈ തീവ്രവാദ സംഘടനകളെ പ്രീണിപ്പിക്കുകയും ചെയ്യുന്നത്. ഇത് അപകടകരമാണെന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. ഇതിൽ ഞങ്ങളുടെ ഈ പ്രക്ഷോഭത്തിൽ മുസ്ലിം സമൂഹം ഉണ്ടാവും, ക്രൈസ്തവ സമൂഹം ഉണ്ടാവും, ഹിന്ദു സമൂഹം ഉണ്ടാവും. കാരണം ഈ വിഭജനത്തെയും വിഘടനവാദത്തെയും എതിർക്കുന്ന കൂട്ടത്തിൽ ഹിന്ദുക്കൾ മാത്രമല്ല മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു.